ഹലോ പ്രിയപ്പെട്ട കുട്ടികളെ, ഒമ്പതാം ക്ലാസ്സിൽ നമുക്ക് ഓണം എക്സാമിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് പോസ്റ്റർ ഉണ്ടാക്കാൻ അല്ലേ. പോസ്റ്റർ എന്താ അറബിയിൽ പറയാം? പോസ്റ്ററിന് അറബിയിൽ പറയാം മുൽസഖ് എന്നാണ് അല്ലേ. മുൽസഖ് എന്നാ പോസ്റ്ററിന് പറയാം, മുൽസഖുൻ പോസ്റ്റർ. ഓക്കെ, ഇനിയോ മുൽസഖ് എങ്ങനെ ഉണ്ടാക്കുക? മുൽസഖ് നമ്മോട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? നമ്മളെ കൊണ്ട് പറ്റുന്ന മാതിരി നല്ല വൃത്തിയിൽ ഒരു ബോക്സ് വരക്കണം. ഈ ബോക്സിനുള്ളിൽ നമ്മൾ പോസ്റ്റർ ചെയ്യേണ്ടത്. ഇനി ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ചിലപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധ്യത ഉള്ളത് ലുഅത്തുൽ അറബിയ ഇഫാദു അലൽ മിയ രണ്ട് വിഷയത്തിലായിരിക്കും. ഇവിടെ ചോദിച്ചാൽ ഇഫാദു അലൽ മിയ എന്ന് പറഞ്ഞ് തലവുസക്കാവാം, എന്തായാലും കുഴപ്പമില്ല. ഇവിടെ അൻ എന്ന് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? ഒരു അന്, അതല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് വരും എന്നോ ഹൗല എന്ന് വരും. ഇതിനർത്ഥം ആസ്പദമാക്കി മറ്റത് അൻ, ഒരു കാര്യത്തെ പറ്റി. അപ്പോൾ അതിന് ശേഷം വിഷയം പറയുന്നുണ്ടാവും. അപ്പോൾ ഈ വിഷയം നമ്മൾ തിരഞ്ഞെടുത്ത് ഇഫാദു അലൽ മിയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ വിഷയം നമ്മൾ അടിപൊളിയിൽ വലുതാക്കി ബോൾഡാക്കിയിട്ട് എന്ത് ചെയ്യണം? ഇതിൽ വയ്ക്കണം, ഇഫാദു അലൽ മിയ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ചെയ്യേണ്ടത് എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്നോ രണ്ടോ സെൻറ്റൻസ് നമുക്ക് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ പിന്നെന്താണ്? അൽമാഉ അസാസുൽ ഹയാത്ത്. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ ഇതിന് വേണമെങ്കിൽ ചെറിയൊരു ബോക്സ് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ വെക്കാം. യെസ്, മാഉ അസാസുൽ ഹയാത്ത് അല്ലേ. ഇനിയോ അൽമാഉ നിഅമത്തുൻ, അത് അനുഗ്രഹമാണ്. ഓക്കെ, ഇങ്ങനെ ഈ വാക്കിനെ എഴുതണമെന്ന് യാതൊരു നിർബന്ധം. സാർ എന്താ എഴുതിയത്? ഈ ഹെഡിങ് എഴുതി ഹെഡിങ്ങുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ സെൻറ്റൻസ് കൊടുത്തു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസൈൻസ് എന്ത് ചെയ്യണം? പിന്നെ എന്താ പറയുക, ഡിസംബർ ആയതുകൊണ്ട് വെള്ളത്തുള്ളികളുടെ ഫോട്ടോ, മഴൻ്റെ ഫോട്ടോ, അല്ലെങ്കിൽ ഒരു കുട്ടി പിന്നെ വെള്ളം കുടിക്കുന്ന ഫോട്ടോ, ഒരു ബോട്ടിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റുന്ന ഫോട്ടോ, എന്തെങ്കിലും ഒരു ടാപ്പിൽ നിന്ന് വെള്ളം, എന്തെങ്കിലും ഒരു ഫോട്ടോ ചിത്രം വരക്കാം, ഡിസൈൻ കൊടുക്കാം. അത് പറ്റുകയും ചെയ്യാൻ നിർബന്ധമൊന്നുള്ള കാര്യമല്ല. അപ്പോൾ ഈ വിഷയം എന്താണ്, അതുമായി വന്നിട്ട് എന്തെങ്കിലും ഡിസൈൻ കൊടുത്താൽ നന്നായി. ഇങ്ങനെയാണ് ഒരു പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഏത് പോസ്റ്റർ ചോദിച്ചാലും ഈ വിഷയം എടുത്ത് എഴുതുക. ഇനിയോ ചില കുട്ടികൾക്ക് ഇതൊന്നും എഴുതാനൊന്നും അറിയില്ല, ചിത്രം വരയ്ക്കാനോ ഈ സെൻറ്റൻസ് ഒന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഫാദു അൽ മിയ എന്നുള്ള ഈ ടോപ്പിക്ക് അല്ലെങ്കിൽ ലോകത്തിലോ ഈ രണ്ട് ടോപ്പിനെ കുറിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും പാരഗ്രാഫിലോ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഏതെങ്കിലും ചോദ്യത്തിൽ ഒരു സെൻറ്റൻസ് പറയുണ്ടാവും. ആ സെൻറ്റൻസ് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? ശരിയായിരിക്കും. ക്ലിയർ ആയല്ലോ. അങ്ങനെയെങ്കിലും ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇതിന് നിങ്ങൾക്ക് 3 മാർക്ക് ചോദ്യമായിരിക്കും. ആ 3-ൽ 3 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.